കൊല്ലം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദം മേൽശാന്തി വാടകയ്ക്കെടുത്ത വീട്ടിൽ തയ്യാറാക്കിയെന്ന ആരോപണം. ഹിന്ദു സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. സംഭവങ്ങളാണ് അതിന്റെ തെളിവ് സഹിതം ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിവരങ്ങളുമായി അരുൺരാജ് ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. അരുൺ, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സംഭവം? സാധാരണ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയല്ലേ ഇത്തരത്തിലുള്ള പ്രസാദമൊക്കെ തയ്യാറാക്കുന്നത്? പ്രവിത, തീർച്ചയായും ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയിലാണ് സാധാരണഗതിയിൽ കരിപ്രസാദമായാലും മറ്റ് ക്ഷേത്രത്തിന്റെ നിവേദ്യങ്ങൾക്കായുള്ള പ്രസാദമായാലും തയ്യാറാക്കുക. ഈ കൊട്ടാരക്കര ദേവസ്വം ബോർഡ് ക്ഷേത്രം, അത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമാണ്, ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള ഈ കരിപ്രസാദം ഈ മേൽശാന്തി തന്നെ വാടകയ്ക്കെടുത്ത സമീപത്തെ ഒരു വീട്ടിൽ തയ്യാറാക്കി എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. ഈ വീട് ഹൈന്ദവ സംഘടനാ പ്രതിനിധികളടക്കം ഉപരോധിച്ചിരുന്നു. ഒടുവിൽ അസിസ്റ്റന്റ് ദേവസ്വം ഓഫീസർ അവിടെ എത്തി, ദേവസ്വം ഓഫീസർ അവിടെ എത്തി നേരിട്ടെത്തി നടത്തിയപ്പോൾ മദ്യക്കുപ്പികളും അതുപോലെ തന്നെ കരിപ്രസാദവും അവിടെ നിന്ന് പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. കൂലിക്കാളെ നിർത്തിയാണ് ഇത്തരത്തിൽ ഇവിടെ വെച്ച് കരിപ്രസാദം തയ്യാറാക്കിയത് എന്നതായിരുന്നു ഹൈന്ദവ സംഘടനകളുടെ ആരോപണം. ഇത് നേരിട്ട് ഇപ്പോൾ ദേവസ്വം ഓഫീസറെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് അടക്കം സ്ഥലത്തെത്തി പരിശോധന തുടരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ കരിപ്രസാദം പുറത്ത് തയ്യാറാക്കിയത് എന്ന കാര്യത്തിൽ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇത് മേൽശാന്തി നേരിട്ട് ഏൽപ്പിച്ചതാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള കരാറാണോ? അങ്ങനെയെങ്കിൽ പോലും അത് ക്ഷേത്ര ആചാരങ്ങൾക്ക് ലംഘനമാണ്, ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങൾക്ക് ലംഘനമാണ് എന്നുള്ളതാണ് ഈ വിശ്വാസികളും ഹൈന്ദവ സംഘടനകളും ആരോപിക്കുന്നത്. കാരണം ഈ ക്ഷേത്രത്തിന് ചേർന്നുള്ള തിടപ്പള്ളിക്കാണ് ഇത്തരം ക്ഷേത്രത്തിലെ പ്രസാദങ്ങൾ തയ്യാറാക്കുക. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിൽ മറുപടി പറയണം, ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. അല്പസമയം മുമ്പ് അവിടെ പ്രതിഷേധമടക്കം നടന്നിരുന്നു. ഇപ്പോൾ പോലീസ് എത്തി ഈ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. സ്ഥലം ഇപ്പോൾ പോലീസ് പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുകയാണ്. ശരി, അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.